പ്രൈസ് ലോർഡ്. നമസ്കാരം മാസ്റ്ററെ. എൻ്റെ പേര് ജിയമോൻ ജോർജ്. പത്തനംതിട്ട ജില്ലയിൽ ജനിച്ചു വളർന്നു. ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസിൽ, എന്നത് മാസ്റ്റേഴ്സ് എടുത്തു. ഇവിടെ അതേ രീതിയിൽ തന്നെ ജോലി ചെയ്യുന്നു. പാസ്റ്ററിനെ പറ്റി അധികം കേൾക്കുവാനായിട്ട്, പാസ്റ്ററിൻ്റെ സാക്ഷ്യം കേൾക്കുവാനായിട്ട് ദൈവം എനിക്ക് ഒരു കൃപ തന്നു. അതിനെപ്പറ്റി കൂടുതൽ കേൾക്കുവാനും പാസ്റ്ററിൻ്റെ അനുഭവ സാക്ഷ്യം പങ്കിടുവാനും അത് ജനങ്ങളെ കാണിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് പാസ്റ്ററിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റി ഒന്ന് പറയാമോ? ഞാൻ എൻ്റെ കുടുംബ പശ്ചാത്തലത്തെ പറ്റി പറഞ്ഞു തുടങ്ങാം. അത് കഴിഞ്ഞ് വിദ്യാഭ്യാസ യോഗ്യതയെ പറയായിരിക്കും നല്ലത്. കാര്യം അതിനെപ്പറ്റി ഇത് രണ്ടിനെപ്പറ്റി അധികം പറയാനില്ല. പത്തനംതിട്ട ജില്ലയിൽ റാന്നിക്കടുത്ത് കീക്കുഴൂർ എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. വീട്ടുപേര് വേട്ടമല എന്ന് പറയും. അത് വാസ്തവത്തിൽ അതൊരു ചെറിയ മലയാണ്. പണ്ട് ആളുകൾ വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് ഒരിടത്തും പോയാൽ ഒരു മൃഗത്തെയും കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ അവസാനം ഒന്നിനെ അന്വേഷിച്ച് വരുന്നതാണ് വേട്ടമല. അവിടെ വന്ന ഒരു മുയലിനെങ്കിലും കിട്ടുമെന്നാണ് പറയുന്നത്. അതായിരുന്നു വേട്ടമല. അത് എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ സ്വത്തായിരുന്നു, കുടുംബ സ്വത്തായിരുന്നു. അതിലൊരാളാണ് പിൽക്കാലത്ത് കർത്താവിൽ പ്രസിദ്ധനായിത്തീരുന്ന വേട്ടമല ഫിലിപ്പോസ് ഉപദേശി. വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും, എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടും, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാം തുടങ്ങി 1056-57 പ്രത്യാശ ഗാനങ്ങൾ എഴുതി സ്വന്തമായി ട്യൂൺ ചെയ്ത് പാടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സുവിശേഷം പ്രസംഗിച്ച് അനേകായിരം ആളുകൾ ദൈവഭാഗത്ത് കൊണ്ടുവന്ന വളരെ ഹമ്പിളായ, വളരെ സാധുവായ, സാത്വികനായ ഒരു ദൈവദാസനായിരുന്നു വേട്ടമല ഫിലിപ്പോസ് ഉപദേശി. അന്നത്തെ കാലത്ത് എന്ന് ഞാൻ പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് രണ്ടാം പകുതി ആകുമ്പോഴേക്ക്, ബ്രിട്ടീഷ് ഭരണം നിലനിൽക്കുന്ന കാലത്ത് കേരളത്തിൽ ബൈബിൾ കോളേജുകൾ അന്ന് തുലവും ചുരുക്കമാണ്. ഇംഗ്ലീഷുകാർ തുടങ്ങിയ ഒരു ബൈബിൾ കോളേജാണ് തിരുവല്ലയിലെ കൊമ്പാടി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. ഇപ്പോഴും ഉണ്ട് മർത്തോമക്കാരുടെ. ആ കൊമ്പാടി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യകാല ഗ്രാജുവേറ്റ്സിൽ ഒരാളായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ. അന്ന് അവിടെ പോയി താമസിച്ച് വെള്ളക്കാരായ അധ്യാപകരുടെ ഇതിൽ നിന്നും വേദപുസ്തകം പഠിക്കുന്നതിനുള്ള വലിയ ഭാഗ്യം അപ്പച്ചൻ്റെ കാലത്തുണ്ടായി. വിശുദ്ധ വേദപുസ്തകത്തെപ്പറ്റി വളരെ നല്ല ജ്ഞാനവും അതിലേറെ ആത്മീയ അഭിഷേകവും ദൈവകൃപയുമുള്ള ഒരു മനുഷ്യനായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ. അപ്പച്ചനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് ഉള്ളൊരു കാര്യം, അപ്പച്ചനെ പ്രസിദ്ധനാക്കിയത് സാത്താന, പിശാച. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം വഴിയെ നടന്നു പോകുമ്പം 1 മൈൽ ചുറ്റളവിൽ ഉള്ള ഏതെങ്കിലും വീട്ടിനകത്ത് ഭൂതഗ്രസ്തരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭൂതങ്ങൾ അലറി ഓടും. അലറുമ്പം പറയും, ദഹിപ്പിക്കുന്ന ഒരു അഗ്നി വരുന്നേ, എനിക്ക് ഇരിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ ഓടുന്നത്. അപ്പോൾ ആളുകൾ അത്ഭുതപ്പെടും. കാര്യം അതിൽ തീയൊന്നും വരുന്നത് കാണുന്നില്ലോ. ഇതെന്തോന്ന് അറിയാണ്ട് ഇറങ്ങി നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പീലുപോച്ചം വരുന്നു. അപ്പം ഈ മനുഷ്യൻ നടക്കുന്നതിൻ്റെ 1 മൈൽ റേഡിയസിൽ, ചുറ്റളവിൽ ഒരു അശുദ്ധാത്മാവിന് ഇരിക്കാൻ കഴിയത്തില്ലായിരുന്നു. അതുപോലെ തീയായിട്ട് ദൈവസന്നിധിയിൽ കത്തി നിന്ന ഒരു മനുഷ്യനായിരുന്നു എൻ്റെ വല്യപ്പച്ചൻ. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായിട്ട് ജനിക്കാൻ എനിക്കിടയായിത്തീർന്നു. ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ അടുത്തിരുന്ന് വേദപുസ്തകം പഠിക്കുന്നതിനും, എന്ന് വെച്ചാൽ എനിക്കൊരു 2.5-3 വയസ്സുള്ളപ്പം അന്നെനിക്ക് മലയാളത്തിലെ ലിപി അറിയത്തില്ല. ആ ഈ എന്ന് കണ്ട എഴുതാനും വായിക്കാനും അറിയത്തില്ല. ആ പ്രായത്തിൽ വേദപുസ്തകം വായിക്കുന്നതിന് വേണ്ടി അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചു. അക്ഷരം അറിയത്തില്ല, പക്ഷേ വേദപുസ്തകം വായിക്കാൻ അറിയാം. വേദപുസ്തകം തുറന്ന് തന്നാൽ വായിക്കാം. അക്ഷരം അറിയത്തില്ല. ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ എങ്ങനെ പഠിച്ചെന്ന് അറിയത്തില്ല. അന്നേ വേദപുസ്തകം വായിക്കാൻ പഠിപ്പിച്ചു. അത് ചെറുതിലേ തന്നെ വിശുദ്ധ വേദപുസ്തകത്തിനോടുള്ള വലിയൊരു സ്നേഹവും വലിയൊരു പ്രതിബദ്ധത, വലിയൊരു ഇഷ്ടം ജീവിതത്തിൽ വർദ്ധിച്ചു വരാനിടയായി. എൻ്റെ അമ്മ പറയാറുണ്ട്, ഇവനെ വേദപുസ്തകം ഇല്ലാതെ കാണാനൊക്കത്തില്ലെന്ന്. ഒരു വേദപുസ്തകം കയ്യിലില്ലാതെ ഇവനെ കാണാനൊക്കത്തില്ലെന്ന് പറയും.
ഞങ്ങൾ കൃഷിക്കാരാണ്, കുറച്ച് കന്നുകാലി ആടുമൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ മേയ്ക്കാനായിട്ട് വയലിൽ പോകുമ്പോഴൊക്കെ ഒരു പുതിയ നിയമം കൊണ്ടുപോകും. അതവിടെ തണലത്തിരുന്ന് വായിച്ചു കൊണ്ട് നിൽക്കും. അമ്മ എന്തെങ്കിലും സാധനത്തിന് മേടിക്കാൻ കടയിൽ പറഞ്ഞു വിട്ടാൽ അന്നേരം കയ്യിൽ പുതിയ നിയമം കാണും. ഇതും വായിച്ചുകൊണ്ടാണ് വഴിയാണ് നടക്കുന്നത്. സ്കൂളിൽ കൊണ്ടുവന്ന പുസ്തകത്തിൻ്റെ ഇടയ്ക്കും ഒരു പുതിയ നിയമം കാണും. പിൽക്കാലത്ത് ഞാൻ അധ്യാപകനായി. കോളേജിൽ പഠിപ്പിക്കാൻ പോകുമ്പോഴും എൻ്റെ കയ്യിൽ പുതിയ നിയമം കാണും, ബസ്സിൽ നിന്ന് വായിക്കുന്നതിന് വേണ്ടി. അങ്ങനെ നല്ല ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ, ചിട്ടയായ ജീവിതശൈലിയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ, തികഞ്ഞ ആത്മീയമായ അന്തരീക്ഷത്തിൽ ജനിച്ചു വളരാനും ചെറിയ പ്രായത്തിൽ തന്നെ തിരുവചനം വളരെ ആഴമായി പഠിക്കാനും ഇടയായി എന്നുള്ളത് ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. എൻ്റെ പശ്ചാത്തലം, ജനിച്ചു വളർന്ന സാഹചര്യം അതാണ്. ഇനിയും ജീവൻ ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്, വിദ്യാഭ്യാസത്തിലേക്ക് വരാം. അതിൽ വളരെ സ്ട്രെയിഞ്ചായ, അസാധാരണമായ ചില കാര്യങ്ങളുണ്ട്. ജന്മന ഞാനൊരു മിടുക്കനായ ഒരാളല്ലായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ വിദ്യാഭ്യാസം, സ്കൂളിൽ പോകുന്നത് ഇഷ്ടമല്ല. കാര്യം ഒന്നാമത്തെ അടിയാണ്. നമ്മുടെ ഇന്ത്യയിലെ, കേരളത്തിലെ സ്കൂളിലെ കാര്യമല്ലോ, പഠിത്തത്തേക്കുള്ള അടിയാണ്. എനിക്കന്ന് എല്ലാ ക്ലാസ്സിലും അടി കിട്ടുകയും ചെയ്യും. അതിനുള്ള ഭാഗ്യം എന്തെങ്കിലും ഒപ്പിച്ച് വെക്കുന്നതുകൊണ്ടാണ്. പിന്നെ പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെയും എൻ്റെ പഠിത്തം ഭയങ്കര ഉഴപ്പായിരുന്നു. ഉഴപ്പെന്നല്ല, ഞാനൊരു നല്ല ബ്രില്യൻ സ്റ്റുഡൻ്റ് അല്ലായിരുന്നു. ഒത്തിരി പശുക്കളുണ്ട്. പശുക്കളെ നോക്കുന്നതിലാണ് എനിക്ക് താല്പര്യം കൂടുതലും. അപ്പം എല്ലാ ദിവസവും ഉണ്ടെന്നുണ്ടെ അമ്മയോട് ഇന്ന് കരഞ്ഞു പോരാ, അമ്മ പറഞ്ഞ് എന്ത് ജോലി ഞാൻ ചെയ്യാം, ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി, എന്നെ ഇന്ന് പള്ളിക്കൂടത്തിൽ വിടരുത്. ഒരു ദിവസം സ്കൂളിൽ വിടാതിരിക്കാമെന്നുണ്ടെങ്കിൽ എന്ത് പണിയും വീട്ടിൽ പറഞ്ഞ് ചെയ്തോളുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഈ കറക്കുന്ന പശുക്കളെയും പ്രസവിക്കാറായ പശുക്കളെയൊക്കെ വീടിൻ്റെ മുറ്റത്തുള്ളൊരു പന്തലിൽ കൊണ്ട് കെട്ടിയിടും രാത്രിയിൽ. എനിക്കൊരു കട്ടിലുണ്ട്, അതും ആ പന്തലിൽ തന്നെ. ഈ പശുവിൻ്റെ കൂടെ ഞാൻ കിടക്കുന്നത്. എൻ്റെ പെങ്ങൾ എന്നെ കളിയാക്കാനായിട്ട് തമാശയായിട്ട് അമ്മയോട് വിളിച്ച് ചോദിക്കും, അമ്മ ബാബുവിനും പശുവിനും വെള്ളം കൊടുത്തോന്ന്. ഈ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പം ഞാൻ മുറ്റത്ത് മണലയിൽ മുട്ടുകുത്തിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ബുദ്ധി തരാൻ. ഒരു ദിവസം രാത്രി വല്യപ്പച്ചൻ ഇങ്ങനെ എലിയെ ഓടിക്കാനായിട്ട് ടോർച്ചുമായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പം ഞാനിങ്ങനെ മണലെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു. അപ്പച്ചനൊന്നും പറഞ്ഞില്ല, അങ്ങ് പോയി. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, നിനക്ക് 5 മക്കളാണല്ലോ ഉള്ളത്, ഈ 5 മക്കളിൽ ഇവൻ ഏറ്റവും വലിയവനായി തീരുമെന്ന് പറഞ്ഞു. എനിക്കന്ന് മനസ്സിലായില്ല. എൻ്റെ മനസ്സിലൊരു ബോധോദയം ഉണ്ടായി, വേദപുസ്തകം ബൈ ഹാർട്ടാക്കണം, കാണാതെ പഠിക്കണമെന്ന്. ദിവസം മുഴുവൻ മനസ്സിൽ കാണാതെ പഠിക്കണമെന്നൊരു ധാരണയുണ്ടായി. അങ്ങനെ ഞാൻ വേദപുസ്തകം വായിച്ച് പഠിക്കാൻ തുടങ്ങി. ഒരു ടൈം വന്നപ്പോൾ എൻ്റെ ബുദ്ധി അങ്ങ് തുറന്നു. ഏത് സബ്ജക്റ്റും വളരെ അനായാസമായിട്ട് പഠിക്കാമെന്നൊരു കോൺഫിഡൻസ്, ഒരു ഉറപ്പെനിക്കുണ്ടായി. എനിക്ക് അതുവരെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇംഗ്ലീഷായിരുന്നു. അടുത്ത എക്സാമിനേഷന് ഞാൻ സ്കൂളിലെ ഇംഗ്ലീഷിന് ടോപ്പായി. കളർഫുള്ളായിട്ട് SSLC പാസ്സായി. SSLC പാസ്സാകുമെന്ന് വിചാരിച്ചല്ല. 1980 പ്രീ ഡിഗ്രി അത് റാന്നി സെൻറ് ജോസഫ് കോളേജിലാണ് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുണ്ടായിരുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെ BA പോയി കോഴഞ്ചേരി കോളേജിൽ. കോളേജ് ടോപ്പായിട്ട് പാസ്സായി. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ പോയി MA ഇംഗ്ലീഷിന് വേണ്ടി. MA ഇംഗ്ലീഷ് കഴിഞ്ഞ് ആ വർഷം തന്നെ അധ്യാപകനായിട്ട് ജോലി കിട്ടി. അത് കഴിഞ്ഞ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടെ ചെയ്തു. അങ്ങനെ 2 പോസ്റ്റ് ഗ്രാജുവേഷൻ കേരളത്തിൽ വെച്ച് തന്നെ ചെയ്യുന്നതിന് വേണ്ടി എനിക്കിടയായി തീർന്നു. അതിനുശേഷമാണ് ഞാൻ UK വരാൻ കഴിഞ്ഞത്. അത് 1999 അതാണ് എൻ്റെ അന്ന് വരെയുള്ള എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ.
പാസ്റ്ററിൻ്റെ സാക്ഷ്യങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ആ സാക്ഷ്യങ്ങളെ പറ്റി പറയാമോ? അത്ഭുതകരമായിട്ടുള്ള സാക്ഷ്യത്തെ പറ്റി ഒക്കെ ഒന്ന് പറയാമോ? യെസ്, ഓഫ് കോഴ്സ്. വളരെ അസാധാരണമായ ജീവിത സാഹചര്യങ്ങൾ കൂടെ യാത്ര ചെയ്യുവാൻ എനിക്കിടയായി എന്നുള്ളതാണ് എൻ്റെ നിഗമനം. എനിക്കിഷ്ടം ഒരു നല്ല പാചകക്കാരനാകണമെന്നായിരുന്നു, ഷെഫാകണമെന്നായിരുന്നു ആഗ്രഹം. അന്ന് ഷെഫിങ്ങിന് പോകാനുള്ള പൈസ ഇല്ലാഞ്ഞുകൊണ്ടാണ് അധ്യാപനത്തിൽ തിരിഞ്ഞത്. അതിഷ്ടമുള്ള ജോലിയല്ലായിരുന്നു, ഇംഗ്ലീഷായിരുന്നു വിഷയം. ഏറെ വർഷങ്ങൾ കഴിഞ്ഞ് മാനേജ്മെൻറ്റ് ഫീൽഡിലോട്ട് തിരിഞ്ഞു. കോട്ടയം ബസേലിയസ് കോളേജിൽ ഒരു മാനേജ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഫാക്കൽറ്റി ആയിട്ടിരിക്കുമ്പം ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുകയാണ്. തിരുവനന്തപുരത്തോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് തിരുവല്ലയിലെത്തുമ്പോൾ എൻ്റെ മനസ്സിലൊരു ദൈവശബ്ദമുണ്ടായി. വളരെ വ്യക്തമായൊരു ചോദ്യമാണത്. നീ അർഹിക്കുന്നതിന് അധികമായ വിദ്യാഭ്യാസവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഞാൻ നിനക്ക് തന്നു. നീ എനിക്ക് തിരിച്ചെന്താ തന്നത്? ഇതെന്നെ വല്ലാതെ അലട്ടിയൊരു ചോദ്യമാണ്. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ദൈവത്തിന്, കർത്താവിന് പ്രയോജനമുള്ള ഒരു ജീവിതം നയിക്കുന്നതാണ്. കാരണം പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ മുതൽ ഞാൻ നല്ലൊരു പ്രസംഗകനാണ്, നല്ലൊരു പരിഭാഷകനാണ്. വിദേശത്തു നിന്നുള്ള മിഷണറിമാർ കേരളത്തിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ മധ്യ തിരുവിതാംകൂറിൽ സഭാവ്യത്യാസമില്ലാതെ മിക്കവാറും എല്ലാ ആളുകളുടെയും കൺവെൻഷന് ഞാൻ പരിഭാഷപ്പെടുത്താൻ പോകുമായിരുന്നു. നല്ലൊരു പരിഭാഷകനായിരുന്നു. ആ നിലയിൽ ഞാൻ നല്ലപോലെ ദൈവത്തെ സേവിക്കുന്നതൊക്കെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. ഞാനൊരു സുവിശേഷ വേലക്കാരനാകണമെന്ന് എൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ചില്ല. ആഗ്രഹിച്ചതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഞങ്ങൾ 3 ആൺമക്കളാണ്. അതിലെൻ്റെ ജ്യേഷ്ഠനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അച്ഛൻ നേർന്നതാണ്. നല്ല മിടുക്കനായിട്ട് താൻ പഠിച്ചു വന്നത്. പക്ഷേ പിൽക്കാലത്ത് തനിക്ക് സുവിശേഷ വേലയ്ക്ക് പോകാനിടയായില്ല, ഇപ്പോഴും പോയിട്ടില്ല. എൻ്റെ അനിയൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ഒരു സിസ്റ്റംസ് കൺസൾട്ടൻ്റാണ് അവൻ. അവനും സുവിശേഷ വേലയ്ക്ക് പോകണമെന്ന് അച്ഛനും അമ്മയും പല പ്രാവശ്യം അവനോട് പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അവനും എന്തുകൊണ്ടും ആ വഴിക്ക് തിരിഞ്ഞില്ല. അച്ഛൻ്റെ അമ്മയുടെയും ദൃഷ്ടിയിൽ അവരെന്നോട് ഒരിക്കലും സുവിശേഷ വേല ചെയ്യണമെന്ന് പറഞ്ഞില്ല. പറയാഞ്ഞതിൻ്റെ കാരണം, എന്നേക്കാൾ മിടുക്കരായ 2 മക്കളുള്ളപ്പം അവരെയൊക്കെ മോശമായ എന്നെ സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നത് ശരിയല്ലെന്നായിരുന്നു അവരുടെ ദൃഷ്ടി. ഞാനതിന് യോഗ്യനല്ലെന്നുള്ള ചിന്തയായിരുന്നു എൻ്റേതും. ഒരു പരിഭാഷകനപ്പുറം ഞാനൊരു പ്രസംഗകനോ ഒരു പാസ്റ്ററോ ഒരു ബൈബിൾ അധ്യാപനമോ ആകുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായ ആ ദൈവവിളി എന്നെ ഒരുപാട് അസ്വസ്ഥനാക്കി. ധാരാളം ഉപവസിച്ചു, ധാരാളം പ്രാർത്ഥിച്ചു, ഒരുപാട് ദൈവാലോചന ചോദിച്ചു. അവസാനം ദൈവശബ്ദമുണ്ടായി. എന്നോട് 1999 ദൈവാലോചന പറഞ്ഞു, എൻ്റെ നാമത്തിന് വേണ്ടി, എൻ്റെ സാക്ഷ്യമായിട്ട് ഞാൻ നിന്നെ ദൂരദേശത്തേക്ക് അയക്കാൻ പോവുകയാണെന്ന്. ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ട് 99 ഈ രാജ്യത്ത് UK വരുന്നതിന് വേണ്ടി ദൈവം എനിക്കിടയാക്കി. അങ്ങനെ UK വന്നു. അതൊരു ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി വന്നതാണ്, ജോലിക്ക് വേണ്ടി വന്നതാണ്. പക്ഷേ ഈ സുവിശേഷ വേല എന്നുള്ളത് ആ ഒരു ചൂണ്ട അകത്ത് വിഴുങ്ങിയതുകൊണ്ട് മറ്റൊന്നിലും താല്പര്യമില്ലാത്ത, മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ ഞാനെത്തി. ഇവിടെ വന്ന് ഹ്യൂമൻ റിസോഴ്സസിൽ കോഴ്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ പോയി ബൈബിൾ കോളേജ് ചേർന്നു. ലണ്ടൻ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ 2 വർഷത്തെ ഡിപ്ലോമ ഇൻ ബൈബിൾ ആൻഡ് തിയോളജി എന്ന ഒരു കോഴ്സ് ചെയ്തു. ആ സമയത്ത് എനിക്കൊരു മാനേജ്മെൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ എനിക്ക്  ഒരു ജോലി കിട്ടി, ഒരു ഇറ്റാലിയൻ കമ്പനിയിൽ. 99 1999
അതൊരു നല്ല ജോലിയായിരുന്നു. 2002 ബൈബിൾ കോളേജ് കഴിഞ്ഞിട്ട് മറ്റ് സഭകളൊന്നും ഇല്ലാത്തയിടത്ത് ഓൾറെഡി സുവിശേഷ വേല അല്ലെ മലയാളികളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളില്ലാതിരുന്നിടത്ത് പോയി കുട്ടികളുടെ ഇടയിൽ വേദപുസ്തകം പഠിപ്പിക്കാനും അവരെ സംഘടിപ്പിക്കുന്നതിനും അങ്ങനെ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം ആരംഭിച്ചു. അതാണ് എൻ്റെ ശുശ്രൂഷയുടെ ആരംഭം. അങ്ങനെ ശുശ്രൂഷ ആരംഭിച്ചത്. ദൈവത്തിൻ്റെ സഹായത്താൽ UK അനേക സ്ഥലങ്ങളിൽ ഇന്നും വളരെ ഭംഗിയായിട്ട് നിലനിൽക്കുന്ന വളർന്നു വരുന്ന സഭകളുടെ ഫൗണ്ടറായിരിക്കാൻ സഭ ആ ദേശത്ത് പോയി സ്ഥാപിക്കുന്നതിന് ദൈവം എനിക്ക് അവസരം തന്നു. എൻ്റെ വേദപുസ്തക പഠനത്തിലാണ് എനിക്ക് ഏറ്റവും അഭിമാനകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യമുള്ളത്. അത് 2005 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം നിർത്തിയിട്ട് 1.25 വർഷം നീ എൻ്റെ സന്നിധിയിലിരിക്കണം, വേറിട്ടിരിക്കണം, ഇരുന്നാൽ ഞാൻ നിന്നെ വേറൊരാളാക്കാമെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും വിട്ടിട്ട്, അതുവരെ ചെയ്ത മുഴുവൻ കാര്യങ്ങളും വിട്ടിട്ട് ഞാനൊരു ചെറിയ മുറിക്കകത്ത് ഒതുങ്ങി ആ മുറിക്കകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ജോലിയില്ല, റിസീവ് ചെയ്യാനല്ലാതെ തിരിച്ച് വിളിക്കാൻ കഴിയുന്ന ഒരു ഫോൺ എൻ്റെ കയ്യിലില്ല, ഒന്നുമില്ല. ആ മുറിക്കകത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആഴമേറിയ വചന വെളിപ്പാടുകൾ ദൈവം ആ കാലങ്ങളിൽ എനിക്ക് തന്നു. ഈ വചന വെളിപ്പാടുകൾ തരിക മാത്രമല്ല, എന്നെ ഒരാൾ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്ന പോലും മുറിക്കകത്തുനിന്ന് കൊണ്ടുപോകും. ലണ്ടനിലുള്ള വലിയ ബുക്ക് സ്റ്റോൾസിലെത്തുന്നത് വിശുദ്ധ വേദപുസ്തകത്തെപ്പറ്റി വളരെ ആധികാരികമായിട്ടുള്ള റിസർച്ച് ബുക്സ് ദൈവം എനിക്ക് കാണിച്ചു തരും. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങൾ ആ പുസ്തകത്തിൻ്റെ ഇന്ന പേജുകളിലകത്തുണ്ട്. അങ്ങനെ വളരെ ആഴമേറിയ ഒരു ബൈബിൾ സ്റ്റഡി എൻ്റെ ജീവിതത്തിലുണ്ടായി. ബൈബിൾ കോളേജ് കഴിഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ ഒരു ധാരണ എനിക്ക് വേദപുസ്തകമൊക്കെ അറിയാവുന്നതാണ്. ഈ സ്റ്റേജിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് വേദപുസ്തകം അറിയത്തില്ലെന്ന്. അങ്ങനെ 1.25 വർഷമെന്ന് പറഞ്ഞത് 2 വർഷമായി. ഈ 2 വർഷം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ 2 വർഷം ജീവിച്ചത് ദൈവത്തിൻ്റെ കരുതലെന്ന് പറയുന്നത് ശരി. കാരണം എൻ്റെ ഒന്നുമില്ല. ഓരോ സമയത്ത് ആളുകൾ എൻ്റെ ഡോറിൻ്റെ അവിടെ വന്ന് മുട്ടും. ചിലർ പറയും, ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയതാണ്, ഇവിടെ കുറച്ച് അരി കൊണ്ടു തരണമെന്ന് തോന്നി, അതുകൊണ്ടാണ് അരച്ചാക്ക് അരി കൊണ്ടെന്ന് പറഞ്ഞ് ഒരാൾ അരി കൊണ്ടു തരും, വേറൊരാൾ എണ്ണ കൊണ്ടു തരും, മറ്റൊരാൾ ഇറച്ചി മേടിച്ച് കൊണ്ടു തരും. ഇങ്ങനെ ഞാൻ അറിയാത്ത ആളുകളെ കൊണ്ട് ദൈവം എന്നെ പോറ്റി. ഈ 2 വർഷം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വല്യപ്പച്ചനുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അതാണ് എൻ്റെ ജീവിതാനുഭവങ്ങളെ പറ്റി പറയുന്നത്. എന്നെ കാണുന്ന ആളുകൾ, ഞാൻ ഷോപ്പിൽ നിൽക്കുകയാണ്, കടയിൽ നിൽക്കുക, അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. ആളുകൾ വന്ന് എന്നോട് ചോദിക്കും, പാസ്റ്ററാണോ? ഞാൻ പറഞ്ഞു, തന്നു. ആര് പറഞ്ഞു? അല്ല, കണ്ടപ്പം തോന്നി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാനവിടെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ എനിക്കൊരു ചെറിയ മുറിയേ ഉള്ളൂ. ഞാൻ പഠിച്ച ബൈബിൾ കോളേജ് ചെന്നിട്ട് എൻ്റെ പ്രിൻസിപ്പലിനോട്, സാറേ ഞാൻ ഇങ്ങനൊരു പ്രശ്നം ഫേസ് ചെയ്യാണ്, ആളുകളിങ്ങനെ വന്ന് എന്നോട് ചോദിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ അദ്ദേഹം വെള്ളക്കാരൻ എന്നോട് പറഞ്ഞു, ബാബു യു യൂസ് അവർ പ്രമിസസ്, അവിടേക്ക് ഇവിടെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വിളിച്ചുകൊണ്ട് പോയി. ദൈവം എനിക്ക് നല്ലൊരു ഭൂതശാന്തി ശുശ്രൂഷ ആ കാലങ്ങളിൽ തന്നു. അനേക ഭൂതഗ്രസ്തങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ച് ഭൂതങ്ങളെ പുറത്താക്കുന്നതിനും ധാരാളം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിനും ദൈവം എനിക്ക് ഒരു കൃപ തന്നു. എൻ്റെ ഗിഫ്റ്റിങ്
അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് വിസ്ഡം, നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ് ദൈവം എനിക്ക് പകർന്നു തന്നിരിക്കുന്ന ആത്മാവ്, എൻ്റെ ശുശ്രൂഷ. അതുകൊണ്ട് ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആർക്കാണെങ്കിലും ദൈവം ധാരാളമായി ജ്ഞാനാത്മാവിനെ പകർന്നു കൊടുത്തു. അതിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക. മിനിഞ്ഞാന്നും ആ കാര്യം സംഭവിച്ചു. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച എല്ലാ കുഞ്ഞുങ്ങളും 2002 ഞാൻ സുവിശേഷ വേല തുടങ്ങുന്നത് മുതൽ അക്കാലങ്ങളിൽ ധാരാളം കുഞ്ഞുങ്ങൾ, 100 കണക്കിന് കുഞ്ഞുങ്ങളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവരെല്ലാം ലണ്ടനിലെ, ഇംഗ്ലണ്ടിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിലെ ഡോക്ടേഴ്സും കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സും സിസ്റ്റംസ് കൺസൾട്ടൻസും അവരുടെ പ്രൊഫഷണൽ ലൈഫിലെ ടോപ്പസ്റ്റായി തീരാൻ ദൈവം ഇടയാക്കി. ഇന്നും അനേക പേരൻസ് ഈ കാര്യം കേട്ടറിഞ്ഞ് അനേക പേരൻസ് കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് കൊണ്ടുവരാറുണ്ട്. ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് ഞാൻ സുവിശേഷം പ്രസംഗിക്കാറുണ്ട്. ഈ പോക്കിലൊക്കെ എൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രാർത്ഥിക്കാൻ മുന്നോട്ടിരുന്ന കുഞ്ഞുങ്ങളാണ്. കൈവച്ച് പ്രാർത്ഥിച്ച ഒരു കുഞ്ഞു പോലും ഇന്ന് വരെ നഷ്ടമായിട്ടില്ല. ഒരാൾ പോലും പരാജയപ്പെട്ടില്ല. ഏത് കോഴ്സിന് അഡ്മിഷൻ കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അവരെൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ, അവർക്കെല്ലാം അവരാഗ്രഹിച്ച മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സിന് അഡ്മിഷൻ കിട്ടി. എൻ്റെ കഴിവല്ല, ദൈവം എനിക്ക് ജ്ഞാനാത്മാവിനെ തന്നിട്ടുള്ളതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ പകർന്നു കൊടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൃപ എനിക്ക് കിട്ടി. ദൈവം വിശ്വസ്തനായതുകൊണ്ട് ആ ട്രാൻസ്ഫറിങ് ഇഫക്റ്റ് ദൈവം അവരിൽ കൊടുത്തു. അങ്ങനെ ലോകവ്യാപകമായി യാത്ര ചെയ്ത അനേകായിരം ആളുകളോട് സുവിശേഷം പ്രസംഗിച്ചു വരുന്ന സമയത്ത് 2010 ദൈവാത്മാവിനോട് പറഞ്ഞു, വേദപുസ്തകത്തിൻ്റെ ഒറിജിനൽ ഭാഷയായ, ആദ്യ പാരമ്പര്യ ഭാഷയായ എബ്രായ ഭാഷയിൽ നീ പോയി വേദപുസ്തകം പഠിച്ച വേദപുസ്തകം വ്യാഖ്യാനിക്കണമെന്ന്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എബ്രായ ഭാഷ പഠിക്കുന്നത്. അതെനിക്ക് അന്നേ ഇഷ്ടമല്ല, കാരണം അതുപോലെ പാടാം. 2, അത് പഠിപ്പിച്ച സാറിനെ ഒട്ടും ഇഷ്ടമല്ല, അയാൾ യഹൂദന്. ഇയാൾക്കാണെങ്കിൽ കറുത്തിരിക്കുന്ന, കാണാനൊരു മുഖസൗന്ദര്യമില്ലാത്ത എന്നെ കാണുമ്പോൾ ദേഷ്യം വരും. എന്നെ കാണുന്നത് അയാൾക്ക് ദേഷ്യമാണ്. ഒരു ദിവസം അയാൾ എന്നെ പട്ടിയെന്ന് വരെ വിളിച്ച് ക്ലാസ്സിൽ വെച്ച്, യു ഹീതൻ ഡോഗ് എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ പഠിക്കുന്ന വേറൊരു സഹോദരി ചാടി എഴുന്നേറ്റ് ഈ അധ്യാപകനെ ചോദ്യം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ പോലീസിനെ വിളിച്ചാൽ നീ അകത്താകും, നീ പുറത്തിറങ്ങത്തില്ലെന്ന് പറഞ്ഞു സാറിനോട് പറഞ്ഞു. എന്നെ കണ്ടപ്പോൾ അങ്ങനെ വിളിക്കാൻ തോന്നി. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അയാൾ പറഞ്ഞ് ശരിയായിരിക്കും എന്നുകൊണ്ട് ഞാൻ സമാധാനപ്പെട്ടിരിക്കുക. എനിക്ക് പരാതിയില്ല, എൻ്റെ കൂടെ പഠിച്ച സ്റ്റുഡൻറ്റാണ് പരാതി. അവർ റേസാകുന്ന കണ്ടപ്പോൾ യഹൂദന് മനസ്സിലായി സംഗതി ആപത്താകുമല്ലോ എന്ന്. ഇയാൾ അവസാനം മുട്ടയിൽ നിന്ന് മാപ്പ് പറഞ്ഞു. കാര്യം അയാൾ പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ഹീതൻ ഡോഗ് എന്ന് വിളിച്ചതിന്. അപ്പോൾ എനിക്ക് ഈ യഹൂദ ഭാഷ അന്നേ ഇഷ്ടമല്ല, ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോഴേ ഇഷ്ടമല്ല. ദൈവം ഇങ്ങനെ പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവച്ചാ, ഇനി ഒരു സബ്ജക്റ്റോട് ഒരു ഭാഷയോടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം എനിക്ക് തെളിയിച്ച് തന്ന ദൈവാത്മാവ് വീണ്ടും എൻ്റെ പഴയ നോട്ടുകളൊക്കെ എടുത്ത് യഹൂദ ഭാഷ വീണ്ടും പഠിക്കാനിടയായി. പഠിച്ചപ്പോഴാണ് നമ്മുടെ വിശുദ്ധ വേദപുസ്തകം എഴുതിയിരിക്കുന്നത് ഒറിജിനൽ ഹീബ്രുവിലാണെന്ന്. ആ ക്ലാസിക്കൽ ഹീബ്രുവിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് നമുക്ക് തരുന്ന മീനിങ് ഓഫ് ഡിഫറൻസ് ഓഫ് മീനിങ്, അർത്ഥത്തിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായത്. നമുക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ വേദപുസ്തകം പരിഭാഷപ്പെടുത്തി കിട്ടുമ്പോൾ നമ്മുടെ ഭാഷയ്ക്ക് നമുക്ക് തരാൻ കഴിയുന്നത് ഒറിജിനൽ ഭാഷയിൽ എഴുതിയിരിക്കുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അതിൻ്റെ അർത്ഥം. അത് മുഴുവൻ തെളിയിച്ചു തരാൻ നമ്മുടെ ഭാഷകൾ കഴിയത്തില്ല.
നമ്മുടെ ഭാഷയുടെ പ്രശ്നമാണ്, വേദപുസ്തകത്തിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ ഭാഷയുടെ പ്രശ്നമാണ്. ഇപ്പം മഹാസമുദ്രത്തിൽ ഒരുത്തൻ വെള്ളം കോരാൻ ചെന്നാൽ അവൻ എത്ര വലിയ പാത്രം കൊണ്ടുപോയാലും സമുദ്രം മുഴുവൻ അതിനകത്ത് കോരിക്കൊണ്ടുവരാൻ ഒക്കത്തില്ല. അവൻ്റെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അവന് കോരാവുന്നേ ഉള്ളൂ. ഇതുപോലെ നമ്മുടെ ഭാഷയുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് വേദപുസ്തകം വ്യാഖ്യാനിക്കാം, പരിഭാഷപ്പെടുത്താം എന്നുള്ളത് കൊണ്ട് ഒറിജിനൽ ഹീബ്രു മുഴുവൻ നമുക്ക് പരിഭാഷപ്പെടുത്താൻ പറ്റത്തില്ല. കാര്യം അത്രത്തോളം വലുത്, സമുദ്രത്തോളം വലുതല്ല ഒരു പാത്രവും, നമ്മൾ കോരാൻ കൊണ്ടിരുന്ന ഒരു പാത്രവും. ഇതുപോലെ എബ്രായ ഭാഷയോളം വലുതല്ല ലോകത്തിലെ ഒരു ഭാഷയും, അത് വേദപുസ്തകം മുഴുവനായിട്ട് പരിഭാഷപ്പെടുത്താൻ. ഈ ആഴമേറിയ ഒരു സത്യം ദൈവം എനിക്ക് കാണിച്ചു തന്നതുകൊണ്ട് ഞാൻ എബ്രായ ഭാഷ വേദപുസ്തകം എബ്രായ ഭാഷയിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോകുമ്പം 2012 ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ബാബു, ഞാൻ നിന്നെ തൊടാൻ പോവാം, എൻ്റെ കൈ നിൻ്റെ മേൽ ഭാരമായിട്ട് വരും, നീ വീഴും, നിൻ്റെ അബ്ഡമനിലൊരു പ്രോബ്ലം ഉണ്ടാവും, അത് നിന്നെ വേറൊരു ദിശയിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, കർത്താവേ, നല്ല ജോലിയും നല്ല ഭൗതിക നന്മയും നല്ല ആരോഗ്യവും നല്ല ജീവിത സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലത്താണ് ഞാൻ അങ്ങയെ സേവിക്കാൻ ഇറങ്ങിയത്. ഇപ്പം അതൊന്നുമില്ല, അതൊക്കെ പോയി. വലിയ കപ്പൽ വ്യവസായിയുടെ മകനായിട്ടാണ് പൗലോസ് ആരംഭിച്ചത്. അവസാനിക്കുമ്പം ഒരു പുതപ്പും 2-3 പുസ്തകങ്ങളെ ബാക്കിയുള്ളായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തീരെ മോശമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. വർഷങ്ങളിലെ സുവിശേഷ വേല കഴിഞ്ഞപ്പം കൊട്ട തല്ലിയ അവസ്ഥയാണ് എൻ്റേത്. ഇനി വീണ്ടും ഞാൻ കഷ്ടത്തിലാകാൻ പോവുകയാണോ കർത്താവേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ദിവസം എൻ്റെ അബ്ഡമനിൽ ഒരു ഗൗട്ടുണ്ടായി, നീരുണ്ടായി, ഇൻഫെക്ഷനായി. പെട്ടെന്ന് ഞാൻ ഹോസ്പിറ്റലായി. ഡോക്ടേഴ്സ് കണ്ടിട്ട് പറഞ്ഞു പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു, മേജർ സർജറിയാണെന്ന് പറഞ്ഞു. സർജറിക്ക് വേണ്ടി എന്നെ റെഡി ആയപ്പോഴത്തേക്ക് ലേറ്റായി, തിയേറ്റർ ക്ലോസ് ചെയ്തു. അപ്പോൾ പറഞ്ഞു നാളെ രാവിലത്തെ ഫസ്റ്റ് സർജറി നിൻ്റെയാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അവരെന്നോട് പറഞ്ഞു തിയേറ്റർ ബിസിയാണ്, വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്ത് രാത്രിയായി, തിയേറ്റർ ക്ലോസ് ചെയ്ത് സർജറി നടന്നില്ല. സർജൻസ് വന്നിട്ട് പറഞ്ഞു, ബാബു സോറി, ലിം സേവിങ്ങും ലൈഫ് സേവിങ്ങുമായ സർജറി വന്നാൽ അത് കഴിഞ്ഞിട്ട് മറ്റുള്ളത് ചെയ്യാവുന്നതാണ്, അതുകൊണ്ട് നിൻ്റെ സർജറി ഇന്നൊത്തില്ല, വി ആർ റിയലി സോറി, നാളെ രാവിലത്തെ ഫസ്റ്റ് സർജറി നിൻ്റെ ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ആട്ടെ, അവർ പോയി. ഞാൻ ഉറങ്ങാൻ കിടന്നു. രാവിലെ 3 മണിക്ക് പതിവ് പോലെ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയുടെ ദാസനാണ്, എന്നെ അങ്ങേക്ക് സൗഖ്യമാക്കാൻ കഴിയും. അങ്ങ് സൗഖ്യമാക്കുന്നില്ലെങ്കിലും അത് അങ്ങയുടെ തീരുമാനമാണ്, എനിക്കതിനകത്ത് ഭാരമില്ല. ഞാൻ എൻ്റെ ദൈവശബ്ദം കേട്ടു. എന്നോട് കർത്താവ് പറയുക, ഞാനൊരു അത്ഭുത മന്ത്രിയാണെന്ന് നീ അനേക രാജ്യങ്ങളിൽ പ്രസംഗിച്ച് നടന്നതാണ്. നിൻ്റെ ജീവിതത്തിൽ ഞാനൊരു അത്ഭുതം ചെയ്യാതിരിക്കുമോ? നേരമെടുത്തു. ഡോക്ടേഴ്സ് വന്നു, എന്നെ തിയേറ്ററിലോട്ട് മാറ്റി. ഇന്നർ തിയേറ്ററിൽ കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള ഒരു ഫൈനൽ ചെക്കപ്പുണ്ട്. ആ ഫൈനൽ ചെക്കപ്പിന് വേണ്ടി അവർ നോക്കിയപ്പം അവർ റിമൂവ് ചെയ്താണ്ടിരുന്ന ഗ്ലാൻഡ് എൻ്റെ ബോഡിയിലില്ല. അവർ ഷോക്കായി. അവർ എന്നിട്ട് അവരുടെ സീനിയർ ടീമിനെ വിട്ടു. സീനിയർ ടീം വന്ന് ആകെ ചെക്ക് ചെയ്തു, ഗ്ലാൻഡ് എൻ്റെ ബോഡിയിലില്ല. 3ാമതൊരു ടീമിനെ കൂടെ വിട്ടു റീകൺഫേം ചെയ്യാൻ. അവർ പറഞ്ഞു, ഇന്നലെ രാത്രി ഞങ്ങൾ എക്സാമിൻ ചെയ്യുമ്പോൾ വളരെ വഷളായിരിക്കുന്ന ഗ്ലാൻഡ് ഇന്നിപ്പോൾ അത് എവിടെ പോയി? ദൈവം എന്നെ സൗഖ്യമാക്കി.
ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഞാൻ വീട്ടിൽ വന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം എന്നോട് ചില രാജ്യങ്ങളുടെ ലിസ്റ്റ് തന്നിട്ട് പറഞ്ഞു, ഈ രാജ്യങ്ങളിലൊക്കെ നീ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. വീണ്ടും എൻ്റെ രാജ്യാന്തര യാത്ര ആരംഭിച്ചു. ആ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ബാബു, എൻ്റെ കൈ വീണ്ടും നിൻ്റെ മേൽ ഭാരമായി വരാൻ പോവുക. നീ വീഴും, നീ മരിച്ചു പോകും. നീ മരിച്ചുവെന്നുള്ള റിപ്പോർട്ട് ലോകം മുഴുവൻ കേൾക്കും. പക്ഷെ ഞാൻ നിന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും. മറ്റാർക്കും കൊടുക്കാത്തൊരു ശുശ്രൂഷയോടുകൂടി ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞു. ജീവിതം ബോറടിച്ചോ? ഇല്ല. 2014 2014 ആയപ്പോൾ വളരെ സ്ട്രെയിഞ്ചായ രോഗം എനിക്കുണ്ടായി. അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ബ്ലഡിൻ്റെ നേച്ചർ മാറാൻ തുടങ്ങി. നമ്മുടെ ബ്ലഡിൽ സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് ഉണ്ടല്ലോ. അതിൽ സോഡിയം ഇത്രയാണെങ്കിൽ പൊട്ടാസ്യം ഇത്ര ആയിരിക്കണം, പൊട്ടാസ്യം ഇത്ര ആണെങ്കിൽ മഗ്നീഷ്യം ഇത്ര ആയിരിക്കണം. അങ്ങനെയുള്ളൊരു എലമെൻ്റൽ പ്രൊപ്പോർഷനുണ്ട്. ഈ പ്രൊപ്പോർഷൻ തെറ്റി. എന്തുകൊണ്ടാണ് തെറ്റിയെന്ന് എനിക്കറിയത്തില്ല. തെറ്റിയൊന്നും എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്നൊരു കാര്യം, എൻ്റെ ശരീരം മുഴുവൻ വേദനയാണ്. ദ ഹോൾ ബോഡി ഞാനേ വേദനയാണ്. എഴുന്നേക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ. 24/7 തലകറക്കം. GP അടുത്ത് ചെന്നു. GP പറഞ്ഞു, നിൻ്റെ ഹീമോഗ്ലോബിൻ ഡൗൺ ആകുന്നല്ലോ എന്ന് പറഞ്ഞു. 2-3 മാസം കൂടെ കഴിഞ്ഞപ്പം വീണ്ടും മോശമായി. ലണ്ടനിലെ ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റൽ, ബാണർ ഹോസ്പിറ്റലിലെ ഒരു ടോപ്പ് ഹീമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ അയച്ചു. അദ്ദേഹം കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, നമുക്കൊരു 3 മാസം ഇൻറ്റൻസീവ് ഇൻവെസ്റ്റിഗേഷൻ നടത്താമെന്ന് പറഞ്ഞു. എല്ലാ ആഴ്ചയും ബ്ലഡ് എടുക്കണം. എല്ലാ ആഴ്ചയും ബ്ലഡ് എടുത്തിട്ട് തറവ് ചെക്കപ്പ് നടത്തി. ഈ തറവ് ചെക്കപ്പ് നടത്തിയപ്പോഴും ഹീമോഗ്ലോബിൻ ഡൗൺ ആകുന്നു. പെട്ടെന്ന് BP ഹൈ ആയി. ഇതിനോടേക്ക് ഡയബറ്റിക്കായി. ഇതെല്ലാം ക്വിക്കെന്ന് വന്നു. എല്ലാം ഹൈ ആയി. എന്തുകൊണ്ടാണെന്ന് യാതൊരു പിടിയുമില്ല. അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ധാരാളം വെജിറ്റബിൾസും സാലഡ്സും അതുപോലെ സാഗുണ്ടല്ലോ, ചീര, ഇലവർഗ്ഗങ്ങളൊക്കെ ധാരാളം കഴിക്കാൻ പറഞ്ഞു, ഹീമോഗ്ലോബിൻ കൂടുന്നതിന് വേണ്ടി. എൻ്റെ ഭാര്യയ്ക്കന്ന് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ വെജിറ്റബിൾസാണ്, ഭയങ്കര വെജിറ്റബിൾസ് കിട്ടിയാണ്. സാഗൊക്കെ ഒരു രക്ഷയില്ല. വാസ്തവത്തിൽ സംഭവിച്ചത്, ഈ ബ്ലഡിൻ്റെ ഈ പ്രൊപ്പോർഷൻ തെറ്റിയപ്പം ബ്ലഡിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി, ആ പ്രൊപ്പോർഷൻ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി കിഡ്നിക്ക് കഴിയുന്നില്ല. കിഡ്നി എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. അപ്പോൾ സംഭവിച്ചത് കിഡ്നി ഫെയിലാകാൻ തുടങ്ങി. കിഡ്നി ഫെയിലാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ടോക്സിക് കണ്ടൻസിനെ ഡിറ്റോക്സ് ചെയ്ത് ക്രമീകരിക്കാൻ കിഡ്നിക്കും കഴിയത്തില്ല. ഇമ്മീഡിയറ്റ് കിഡ്നി അങ്ങ് ഡൗൺ ആയി. കിഡ്നി ഡൗൺ ആകുന്നതിൻ്റെ പ്രോബ്ലം, ഇത് ലാസ്റ്റിലെ 8% ഫങ്ഷൻ വരെ ഉള്ളപ്പം ഡിറ്റക്റ്റ് ചെയ്യത്തില്ല, കണ്ടുപിടിക്കത്തില്ല. 100% നിന്ന് 100% ഫങ്ഷൻ ചെയ്യുന്ന കിഡ്നി 8% വരെ ആകുന്നത് വരെ കിഡ്നി ഡാമേജ് ആകുന്ന കാര്യം നോർമൽ ഡോക്ടേഴ്സിന് അറിയത്തില്ല, നെഫ്രോളജിസ്റ്റിനെ അറിയത്തുള്ളൂ. ഞാൻ GP പോവും, അവർ 20 ആഴ്ച ബ്ലഡ് എടുക്കും, അടുത്ത ആഴ്ച ബ്ലഡ് എടുക്കും, നിനക്ക് കുഴപ്പമില്ലെന്ന് പറയും. എനിക്ക് എഴുന്നേക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ. കണ്ണിൻ്റെ കാഴ്ച പോയി. ഞാൻ ഓൾമോസ്റ്റ് ബ്ലൈൻഡ് പോലായി. ശരീരത്തിൻ്റെ സെൻസിറ്റിവിറ്റി എല്ലാം പോയി. വേദനയെന്ന് പറഞ്ഞാൽ അതിവേദനയാണ്. 3 പ്രാവശ്യം ഹാർട്ട് അറ്റാക്കായിട്ട് ഹോസ്പിറ്റലായി. ആൻജിയോഗ്രാം ചെയ്തു. ഈ സമയത്തും സുവിശേഷ വേലയ്ക്ക് പോകും. ഇരിക്കാനൊന്നും വയ്യ. പ്രസംഗിക്കാൻ വിളിക്കുന്നുണ്ട്, എഴുന്നേറ്റ് നിൽക്കും. അത്രയും സമയം പ്രസംഗിക്കാൻ ദൈവം ബലം തരും. അത് കഴിയുമ്പോൾ ഇരിക്കും. പിന്നെ ബാക്ക് ടു നോർമൽസ് ചെയ്യാം. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് 2017 എൻ്റെ സ്ഥിതി ഒരുപാട് വഷളായി. ഒത്തിരി വഷളായി.
ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പാസ്റ്ററൽ ജോബിൽ ഞാൻ റിസൈൻ ചെയ്തു. കാര്യം എനിക്ക് പോകാനൊക്കത്തില്ല, എങ്ങും പോകാനൊക്കത്തില്ല, ഇരുപ്പായി. 70 കിലോ ബോഡി വെയ്റ്റ് ഉണ്ടായിരുന്ന ഞാൻ മെലിഞ്ഞ് 43 കിലോയിലെത്തി. അതുപോലെ ക്ഷീണിച്ചു. ആ സമയത്താണ് മദ്രാസിൽ നിന്ന് ഒരു ടീം ആളുകൾ എന്നെ വിളിക്കുന്നത്. മൈക്രോ മാനേജ്മെൻറ്റ് ഓഫ് വിസ്ഡം എന്ന സബ്ജക്റ്റിനെ പറ്റി ക്ലാസ് എടുക്കാനാണ്. അതൊരു ക്രിസ്ത്യൻ ഓർഗനൈസേഷനല്ല. അവർ ഹിന്ദുക്കളും സിഖുകാരും ഒക്കെയായ ടോപ്പ് ബിസിനസ് മാഗ്നറ്റ്സും PhD-കാരും MBA-കാരും ഹൈ ലെവൽ പ്രൊഫൈൽസുള്ള ഇൻ്റലക്ച്വൽ അപ്പർ ക്രീം പെട്ട ആൾക്കാരാണ്. ഈ മൈക്രോ മാനേജ്മെൻറ്റ് ഓഫ് വിസ്ഡം എന്ന സബ്ജക്റ്റിനെ പറ്റി ക്ലാസ് എടുക്കാമെന്ന് ചോദിച്ചു. ഒരു 3 ദിവസം സെമിനാർ. ഞാൻ വരാമെന്ന് പറഞ്ഞു. ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആ സമയത്ത് ഞാനും എൻ്റെ വൈഫും കൂടെ പോകുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 3 പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലായി. ബുക്ക് ചെയ്തതിന് ശേഷം 3 പ്രാവശ്യം ഡോക്ടേഴ്സ് ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തിട്ട് അവർ പറയുന്നത് വി ഡോണ്ട് സീ എനിത്തിങ് റോങ്. ക്രോണിക് ഡയബറ്റിക്കാണ്, കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ബ്ലഡ് പ്രഷറുണ്ട്, അതിനപ്പുറം ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങളൊന്നും കാണുന്നില്ല, ഇതിൻ്റെ റീസൺ എന്താണെന്നൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു വാട്ട് അബൌട്ട് മൈ കിഡ്നി? ഇതിൻ്റെ കിഡ്നി പെർഫെക്റ്റാണ്, കിഡ്നിക്ക് യാതൊരു കുഴപ്പമില്ല. 3 പ്രാവശ്യം അവർ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു. 3 പ്രാവശ്യം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴും കിഡ്നിക്ക് ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. മദ്രാസിൽ പോകാൻ വയ്യ, കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യ. പോകുന്നതിന് ഒരു ദിവസം മുമ്പ് ലണ്ടൻ ഹാമർസ്മിത്ത് ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബാബു നിൻ്റെ റിസൾട്ട് ഇപ്പോഴാണ് എൻ്റെ കിട്ടിയത്, മോശമാണ് ഗതി, നീ കൊളാപ്സായി പോവും, ഞങ്ങൾ നിന്നെ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എപ്പോൾ ട്രീറ്റ് ചെയ്യാം? അത് ഡേറ്റ് എനിക്കിപ്പം തരാനൊക്കത്തില്ല, ഞാൻ ബിസിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്രയും നാളായിട്ട് എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾ കണ്ടില്ല, ഇത്രയും നാൾ ഞാൻ ചെയ്യാൻ പാടില്ലാത്തെല്ലാം ചെയ്യിച്ചു, എനിക്ക് തരാൻ പാടില്ലാത്ത മരുന്ന് തന്നു, കഴിക്കാൻ പാടില്ലാത്ത ഫുഡെല്ലാം എന്നെ കൊണ്ട് കഴിപ്പിച്ചു, ഇനി നിങ്ങൾ എന്തോ ട്രീറ്റ് ചെയ്യാനാ, ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് നോ പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയാണ്, ഞങ്ങൾക്ക് റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞു. ശരി എഴുതിക്കോളാൻ പറഞ്ഞു. ഞാൻ മദ്രാസിൽ പോയി. വീൽ ചെയറിലാണ് യാത്ര ചെയ്യുന്നത്. വീൽ ചെയറിൽ തന്നെ അടുത്ത് തന്നെ ഓഡിയൻസിന് മുന്നേ കൊണ്ടുപോകും. 3 ദിവസം പ്രസംഗിച്ചു, ക്ലാസ് എടുത്തു. ഹീബ്രു ബൈബിളിൻ്റെ ബേസിസിൽ ദൈവത്തെപ്പറ്റിയും ദൈവപ്രവൃത്തിയെപ്പറ്റിയും ദൈവശക്തിയെപ്പറ്റിയും പ്രസംഗിക്കുക. ദൈവം ആ ദിവസങ്ങളിലൊക്കെ, ആ നാളുകളിലൊക്കെ, ആ വർഷങ്ങളിലൊക്കെ എനിക്ക് കൃപ തന്നു. ഞാൻ പ്രസംഗിക്കുന്ന എല്ലാ സ്റ്റേജിലും ഓഡിയൻസായ മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ടില്ലാത്ത ആളുകൾ, മറ്റ് വിശ്വാസത്തിലുള്ള ആളുകൾ മുഴുവനായും ദൈവഭാഗത്ത് വരുന്നൊരു അനുഭവം ദൈവം എനിക്ക് തന്നു. ശുശ്രൂഷയിൽ ദൈവകൃപയിൽ ഇന്നും അങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം എന്നെ ബലപ്പെടുത്തുന്നുണ്ട്. അവിടെ 3 ദിവസം ഞാൻ ക്ലാസ് എടുത്തു. 120-ലധികം ആളുകളുണ്ട്. ആ മുഴുവൻ പേരും ദൈവഭാഗത്ത് വന്നു. 100% വിക്ടറി എന്ന് പറയാം. എൻ്റെ ലാസ്റ്റ് ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് ചോദിക്കുക, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന്. അതിൻ്റെ ശരിക്കും മലയാളം, നടക്കത്തില്ലെന്ന് ലോകം നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ അസാധ്യമാണ്, ഇനിയും പ്രതീക്ഷിക്കണ്ട, ഇനി ആശ വെക്കണ്ട, ഈ കാര്യം ഇനിയും ചിന്തിക്കുകയേ വേണ്ട, അതിനി ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന് ലോകം നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ, നീ തന്നെ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടത്തിത്തരണം എന്ന് നിനക്ക് എന്നോട് ഒന്ന് പറയാമോ അബ്രഹാമേ?
നടത്തിത്തരണമെന്ന് നിനക്കെന്നോടൊന്ന് പറയാമോ? പ്രാർത്ഥന എന്ന വാക്ക് ആദ്യം വരുന്നത് ഇവിടെ. നമ്മുടെ ഭാഷയുടെ പരിമിതി കൊണ്ട് നമുക്കങ്ങനെ പരിഭാഷപ്പെടുത്താൻ കഴിയാഞ്ഞത്. ഈ വാക്കിൻ്റെ അർത്ഥം ഞാൻ വ്യാഖ്യാനിക്കുമ്പോൾ എൻ്റെ നാക്ക് കുഴഞ്ഞായിട്ട് എനിക്കറിയാം. ഞാൻ തളർന്നു. ജീവിതത്തിലെ ഏറ്റവും അഭിമാനമായ മുഹൂർത്തം അതാണ്. ഞാൻ വീഴുക, ഫിസിക്കലി ലിറ്ററലി ഞാൻ തകർന്ന് വീഴുക. പക്ഷെ വീഴുമ്പോഴും വിശുദ്ധ വേദവസ്തു എൻ്റെ ഉണ്ട്. ഞാൻ പോർക്കളത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. 100% ബാറ്റിൽ ഞാൻ വിൻ ചെയ്തു. മുഴുവൻ പേര്, എൻ്റെ ഓഡിയൻസിനെ മുഴുവൻ പേരും ദൈവഭാഗത്ത് കൊണ്ടുവന്നു. അവിടെ നിന്നെ എടുത്തുകൊണ്ട് മദ്രാസ് മലർ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ഞാൻ ഫുള്ളി കൊളാപ്സായി. കൊളാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്ന അവിടെ വെച്ചാൽ. നമുക്ക് ശരീരഭാഗം ഒന്നും ഉണ്ടെന്ന് അറിയത്തില്ല. കാലുണ്ടെന്നോ കൈ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ആരെങ്കിലും എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ കൈ മാറ്റി വെച്ചു. എനിക്കായിട്ട് മാറ്റി വെക്കാനൊക്കത്തില്ല. ഒന്നും നമുക്കൊരു ശരീരം ഉള്ളതായിട്ട് ഒന്നും നമുക്കറിയത്തില്ല. അതാണ് കൊളാപ്സ്. നല്ല ഡോക്ടേഴ്സ്, കാർഡിയോളജിസ്റ്റും നെഫ്രോളജിസ്റ്റും ഉണ്ട് അവിടെ. നല്ല ഹീമറ്റോളജിസ്റ്റ് ഉണ്ട്. അവർ വന്നു എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് പറഞ്ഞു, ഇതാണ് നിൻ്റെ പ്രോബ്ലം. ഇത് മദ്രാസിൽ വെച്ചാണ് അറിയുന്നത്. ലണ്ടനിൽ വെച്ച് അറിഞ്ഞില്ല. ലണ്ടനിലെ ഡോക്ടേഴ്സ് ഒരിക്കലും അത് അറിഞ്ഞില്ല. എന്താണ് അറിയുന്നത് എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്. ഇതാണ് നിൻ്റെ പ്രോബ്ലം. അതുകൊണ്ട് നീ ഇനി ഒരിക്കലും എഴുന്നേക്കത്തില്ല, ജീവിക്കത്തേ ഇല്ല. കുറച്ച് ദിവസങ്ങളുണ്ട് ഞങ്ങളൊന്ന് ഡയലൈസ് ചെയ്ത് നോക്കാൻ, 2 ദിവസം കൊണ്ടൊന്ന് ജീവൻ നിലനിർത്താൻ. പക്ഷെ നീ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഡയാലിസിസ് തുടങ്ങി. 2-3 ദിവസം അവിടെ ചെയ്തു. 2 ആഴ്ച അവിടെ കിടന്നു മലർ ഹോസ്പിറ്റലിൽ. എൻ്റെ ഹോം ടൗണായ ട്രിവാൻഡ്രത്ത് വന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് അവിടെ അനന്തപുരി ഹോസ്പിറ്റലിൽ, നല്ല ഹോസ്പിറ്റലാണ്. 4 മാസത്തിലധികം അവിടെ കിടന്നു. ശരീരം ശോഷിച്ച് ഞാനൊരു കമ്പ് പോലായി. ഭയങ്കര എക്സ്പെൻസീവാണ് ഇന്ത്യയിലെ ട്രീറ്റ്മെൻറ്റ്. അത് ബെയർ ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതൊരു കാരണം. ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സ്പെൻസ് ബെയർ ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളൊരു കാരണം. പിന്നെ മറ്റു പല കാരണം കൊണ്ടും ലണ്ടനിൽ തിരിച്ചു വരാൻ തീരുമാനിച്ചു. ശ്രീലങ്കൻ എയർലൈൻസ് ബുക്ക് ചെയ്ത് ട്രിവാൻഡ്രത്ത് നിന്ന് ഫ്ലൈറ്റ് കയറി ശ്രീലങ്കയിൽ ഇറങ്ങി അത്രയൊക്കെ എനിക്കറിയത്തുള്ളൂ. ഞാനും വൈഫും ഉണ്ട്. അടുത്ത ഫ്ലൈറ്റ് കയറി. അപ്പോൾ എനിക്ക് വലിയ പനിയുണ്ടായി, വിറയലുണ്ടായി, ഞാൻ അൺകോൺഷ്യസായി. ഫ്ലൈറ്റിനകത്ത് വെച്ച് തന്നെ വളരെ സീരിയസ് ആയിട്ട് അൺകോൺഷ്യസ് ആയിട്ട് കിടന്നു. ഹീത്രോ എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ നിന്ന് അവരെ ഹിൽ ഇന്ത്യൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അത് 2018 ഏപ്രിൽ 19 അവിടെ വന്നപ്പോൾ ഞാൻ ഫുള്ളി കൊളാപ്സ്ഡ്. എനിക്കൊന്നും അറിയത്തില്ല. ഡോക്ടേഴ്സ് ബ്ലഡ് എടുത്തു, ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു. അവർ കണ്ടുപിടിച്ചത് ഒന്ന് HLH എന്ന് പറഞ്ഞൊരു എയർബോൺ ഇൻഫെക്ഷൻ എനിക്കുണ്ടായിരുന്നു. HLH. HLHന് മരുന്നില്ല, അതിന് ആൻറ്റിബയോട്ടിക്സില്ല, ട്രീറ്റ്മെൻറ്റും ഇല്ല. അത് ബാധിച്ച എല്ലാ ആളുകളും മരിച്ചുപോയി. ആരും ജീവനോടെ ബാക്കിയില്ല. വിതിൻ ഡേയ്സ് മരിച്ചു പോകും. വിതിൻ ഡേയ്സ് HLH ബാധിച്ച വിതിൻ ഡേയ്സ് മരിച്ചു പോകും. ട്രീറ്റ്മെൻ്റ് ഇല്ല. അതൊന്ന്. 2, എൻ്റെ ബോൺ മാരോയ്ക്കകത്ത് TB കണ്ടെത്തി. അത് ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുക, വിതിൻ ഡേയ്സ് കൊല്ലത്തക്ക രീതിയിൽ. ക്രോണിക് ഡയബറ്റിക്ക, 3 ടൈംസ് ഇൻസുലിൻ കൊണ്ട് കൺട്രോൾ ചെയ്യാത്ത ഡയബറ്റീസാണ്. എന്തെല്ലാം മരുന്ന് ചെയ്തിട്ടും 220 നിൽക്കുകയാണ് ബ്ലഡ് പ്രഷർ. അത് താഴുന്നില്ല, അത് താഴത്തില്ല, കണ്ണ് കാണത്തില്ല.
ലിംസിലൊന്നും ഫീലിംഗ് ഇല്ല. സ്ട്രോക്ക് ഉണ്ടായി, ലെഫ്റ്റ് സൈഡ് വീക്കായി, ലെഫ്റ്റ് സൈഡിനെ എഫക്റ്റ് ചെയ്ത് വീക്കായിപ്പോയി. 2.5 weeks അൺകോൺഷ്യസ്. കിഡ്നി ഫെയിലായിപ്പോയി, പ്രവർത്തനം നിന്നു. 2-ലധികം ഇന്നർ ഓർഗൻസ് പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇനി മെഡിക്കൽ സയൻസിനൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ലണ്ടനിലെ DNAR, ഡു നോട്ട് അറ്റംപ്റ്റ് റിസസിറ്റേഷൻ, ഇനിയും ഒരു ട്രീറ്റ്മെൻറ്റും പാടില്ല, ശാന്തമായി മരിക്കാൻ അനുവദിക്കണം. അങ്ങനെ മരണം എഴുതി, ചത്തെന്ന് എഴുതി എൻ്റെ മണ്ടയ്ക്ക് വെച്ചു. ഫിനിഷ്ഡ്. എൻ്റെ ഭാര്യയോട് എല്ലാ ദിവസവും രാവിലെ ഡോക്ടേഴ്സ് പറയും, ഇന്നലെ രാത്രി മരിച്ചില്ല, ഇന്ന് പകൽ മരിക്കുമെന്ന്. ഞാൻ പിന്നീട് എൻ്റെ ഭാര്യയോട് ചോദിച്ചു, മച്ച് ലേറ്റർ, നീ എങ്ങനെ 2.5 ആഴ്ച അത് കേട്ടത്? ഞാനാണെങ്കിൽ ഒരു പ്രാവശ്യം കേൾക്കത്തുള്ളായിരുന്നു, രണ്ടാമത് കേൾക്കാൻ ഞാൻ ബാക്കിയുണ്ടാകത്തില്ലായിരുന്നു. ദൈവകൃപ. ഇനി ഞാൻ പറയുന്നത് സാധാരണ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ പറ്റിയേക്കും, പക്ഷെങ്കിൽ പാസ്റ്റർമാർക്കും അച്ഛന്മാർക്കും പുരോഹിതന്മാർക്കും വലിയ ആത്മീയ ശുശ്രൂഷന്മാർക്ക് ഞാനീ പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ മരിച്ചു. മരണം എന്താണെന്ന് ഞാൻ ഫേസ് ചെയ്തു. ജീമോൻ ബ്രദറെ, മരണം ഒരു റിയാലിറ്റിയാണ്. നമ്മൾ ആൾ മരിക്കുന്ന കാണുന്നുണ്ട്, മരിച്ച് കിടക്കുന്നതും കണ്ടുണ്ട്. പക്ഷെ മരണം, ഡെത്ത്, അതൊരു റിയാലിറ്റിയാണ്. അതിൽ കൂടെ പോകുന്ന ഒരാൾക്ക് മരണം എന്താണെന്നറിയത്തുള്ളൂ. ഞാൻ കണ്ട മരണം, ഇറ്റ് വാസ് സോ പെയിൻഫുൾ. മരണവേദന എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയ്ക്കും അതെന്താണെന്ന് ഒരാളോട് പറയാൻ പറ്റത്തില്ല. അത്ര ഭയാനകവും അത്ര വേദനാകരമാണ്. ഒറ്റ വാക്കുപോലും തൊണ്ടയ്ക്കൊന്ന് പുറത്ത് വരത്തില്ല. അതിനായിരിക്കാം സങ്കീർത്തനത്തിൽ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും പറയുന്നത്. അബ്സല്യൂട്ട് സൈലൻസാണ് മരണം. ഒരു വാക്കും പുറത്ത് വരത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോവുക. അതൊരു വസ്തുത, അതൊരു ഫാക്റ്റാണ്. നരകമെന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്, ഒരു ബൈബിൾ സ്റ്റോറി അല്ല, അതൊരു ബൈബിൾ കഥയല്ല. നരകമെന്ന് പറയുന്നത് അതൊരു സത്യമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു, ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു, ഉണ്ടെന്നിരിക്കട്ടെന്നല്ല. ലാസർ എന്ന ദരിദ്രൻ ഉണ്ടായിരുന്നു, ഉണ്ടെന്നിരിക്കട്ടെ എന്നല്ല, ഉപമയല്ല, ഉണ്ടായിരുന്നു. ഈ ധനവാൻ മരിച്ച് യാതനാസ്ഥലത്ത് പോകുന്ന കാര്യത്തെപ്പറ്റി കർത്താവ് പറയുന്നത് കഥ പറയുകയല്ല, ഉപമ പറയുകയല്ല, അതൊരു ഫാക്റ്റാണ്, അതൊരു സത്യമാണ്. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുക എന്ന് പറയുന്ന ഒരു ഫാക്റ്റാണ്. ഞാനത് അനുഭവിച്ചതാണ്. ബലമുള്ള ഒരു കൈ എന്നെ അവിടെ നിന്ന് പിടിച്ച ഉയർത്തി 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 ഭൂമിയുടെ സർഫസിൽ ഞാൻ വരുമ്പോൾ ഞാൻ കിടക്കുന്ന ഹോസ്പിറ്റൽ ഞാൻ കണ്ടു, വാർഡ് കണ്ടു, ഒരു ഗ്ലാസ് ചേംബറിനകത്ത് എന്നെ ഇട്ടേക്കുന്നത് കണ്ടു. ഞാൻ നോക്കുമ്പോൾ ഞാനവിടെ കിടക്കുക, ഡോക്ടർമാരെന്നെ തിരിക്കുകയും മറിക്കുകയും ചെയ്യുന്നുണ്ട്, നേഴ്സുമാർ കൂത്തിക്കിരിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യ അപ്പുറത്ത് നിൽപ്പുണ്ട്, എൻ്റെ ജ്യേഷ്ഠൻ അതിനപ്പുറത്ത് നിൽപ്പുണ്ട്, ആളുകളെല്ലാം എനിക്ക് കാണാം, എനിക്ക് എന്നെയും കാണാം, കിടക്കുന്നത് കാണാം. ഒരു ഫീലിങ്ങും ഇല്ല. ശരീരത്തെന്തോ ചെയ്താലും എവിടെല്ലാം കിഴിച്ചാലും ഒന്നും അറിയത്തില്ല, തൊടുന്നായിട്ടൊന്നും നമുക്കറിയത്തില്ല. അത് ഞാൻ കണ്ടു, ഞാനാണെന്ന് മനസ്സിലായി. അവിടുന്ന് ദൈവം എന്നെ ഉയർത്തി 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 ഉയർത്തി. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിലൊരു മനുഷ്യനെ അറിയുന്നു, അവൻ 14 വർഷം മുമ്പ് 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു, ശരീരത്തോടുകൂടെ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായി. അതൊരു റിയാലിറ്റിയാണ്.
മൂന്നാം സ്വർഗം എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. വിശുദ്ധന്മാരുടെ പറുദീസ എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. അതല്ല സ്വർഗം. സ്വർഗം അതല്ല. ഒന്ന് ഫാർ അവേ ആണ്. ദൈവം അവിടെ അല്ല. ദൈവത്തെ പറ്റി പറഞ്ഞത് ഈ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങുന്നില്ലെന്നാണ്. പക്ഷേ അവിടെ വരുമ്പോഴാണ് നമുക്ക് സ്വർഗം എവിടെയാണെന്നറിയാവുന്നത്. ഇവിടെ കിടക്കുമ്പോൾ നമുക്കറിയത്തില്ല സ്വർഗം എവിടെയാണെന്ന്. അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ സ്വർഗം എന്താണെന്ന്. അവിടെ പൗലോസ് പറഞ്ഞു, അവിടെ ഞാൻ കേട്ട ഭാഷ എനിക്ക് പറയാൻ കഴിയത്തില്ലെന്ന്. ഞാനൊരു കാലത്ത് വിചാരിച്ച് ഞാൻ തിരിച്ചു വരുമ്പം ഞാൻ ഒരിക്കൽ വിചാരിച്ച് എനിക്കിതിനെപ്പറ്റി എഴുതാൻ കഴിയുമെന്ന്. എഴുതാൻ പറ്റത്തില്ല. സ്വർഗത്തിലെ ഭാഷ നമുക്ക് ഈ ഹ്യൂമൻ ഫ്ലഷിൽ, ഈ ജഡ ശരീരത്തിൽ നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യത്തില്ല. സ്വർഗത്തിലെ അറ്റ്മോസ്ഫിയർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ല. പ്രാണൻ ശരീരത്തിൽ വേർപെട്ട് കഴിഞ്ഞാൽ, ആത്മാവ് ശരീരത്തിൽ വേർപെട്ട് കഴിഞ്ഞാൽ പിന്നുള്ള എൻറ്റിറ്റി, അസ്തിത്വം, നിലനിൽപ്പെന്ന് പറയുന്നത് അത് വേറൊന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നമുക്കിവിടെ ഇരുന്നുകൊണ്ട് 2 മൈൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണാം. ഒരു പൊട്ടുപോലെ കാണത്തുള്ളൂ, അല്ലേ? തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ അവിടെ ത്രൂ ഫാർ ഡിസ്റ്റൻറ്റിൽ ഉള്ള ഒരാളിനെ നമ്മൾ തമ്മിൽ ഇത്രയും അടുത്തിരിക്കുന്ന അതുപോലെ വ്യക്തമായിട്ടാണ് കാണാവുന്നത്. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, മനസ്സിലാക്കാനുള്ള കഴിവ്, തിരിച്ചറിയാനുള്ള കഴിവ്, അത് ഭയങ്കരമായിട്ട് മാറുക. മറ്റൊന്നാകുക, ഈ ശരീരത്തിൽ നമുക്ക് ശരീരത്തിൻ്റെ ബലഹീനത നിമിത്തം നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. പക്ഷേ ശരീരത്തിൻ്റെ ബലഹീനതയിൽ നിന്ന് ആത്മാവ് മാറിക്കഴിഞ്ഞാൽ ആത്മാവിൻ്റെ വേൾഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് അബ്സല്യൂട്ട്ലി ഡിഫറൻറ്റ്. അത് ഈ ശരീരത്തിൽ തിരിച്ചു വന്ന് നമുക്ക് എഴുതാനൊക്കത്തില്ല, പറയാനൊക്കത്തില്ല, പറഞ്ഞറിയിക്കാനൊക്കത്തില്ല. ഈ ശരീരം വിട്ട് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് എന്താ സംഭവിക്കുന്നുള്ളത് അന്നേ അറിയാൻ കഴിയത്തുള്ളൂ. അത് ആ വേൾഡിലെ മനസ്സിലാകത്തില്ല, ഇവിടെ നമുക്ക് മനസ്സിലാകത്തില്ല. ഇനെക്സ്പ്ലിക്കബിളായ ദൈവ സാന്നിധ്യമുണ്ടായി. ദൈവം എൻ്റെ അടുത്ത് വരുന്നതും എന്നോട് സംസാരിക്കുന്നതെല്ലാം എനിക്ക് അറിയാം. എൻ്റെ അടുത്ത് വന്നു, എന്നോട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം പറഞ്ഞ് എൻ്റെ ജീവിതത്തിലെ കുറവുകളാണ്. അത് കഴിഞ്ഞ് ദൈവം എന്നോട് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ദൈവം വരുത്താൻ പോകുന്ന മാറ്റങ്ങളെ പറ്റിയാണ്. അത് കഴിഞ്ഞ് ദൈവം എനിക്ക് തരാൻ പോകുന്ന ശുശ്രൂഷയെ പറ്റി പറഞ്ഞു. ദൈവം എന്നോട് പറഞ്ഞു, എൻ്റെ മകൻ ഈ ഭൂമിയിൽ 3.5 വർഷം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കൊണ്ട് അതിഗംഭീരമായൊരു ശുശ്രൂഷ ചെയ്തു. പക്ഷേ അവസാനിക്കുമ്പം, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ അവസാനിക്കുമ്പം കയ്യിൽ ഒരു പാത്രം വെള്ളവും ഒരു ടവലുമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് പോകുന്നത് ശിഷ്യന്മാരുടെ കാൽക്കല. എന്തിനാ? അവരുടെ കാല് കഴുകുക, എന്നിട്ട് അതൊക്കെ തുടച്ച് വൃത്തിയാക്കുക. അതാ യേശുക്രിസ്തുവിൻ്റെ അവസാനത്തെ ശുശ്രൂഷ. അവരുടെ തലക്കിലിരിക്കുകയല്ല, അവരെ ഭരിക്കുകയല്ല, അവരുടെ സേവകന്. ദൈവനോട് പറഞ്ഞ് ആ ശുശ്രൂഷ ഞാൻ നിനക്ക് തരാം. വെള്ളം ദൈവത്തിൻ്റെ വചനമാണ്. നിനക്ക് ഞാൻ ധാരാളം തന്നിട്ടുണ്ട്. എൻ്റെ ജനത്തിൻ്റെ കാൽക്കലിരുന്ന് വചനം കൊണ്ട് നീ അവരുടെ കാല് കഴുകി വെടിപ്പാക്കണം. മൈ ഗുഡ്നസ് ഗോഡ്. കർത്താവ് ചെയ്തതും കർത്താവ് അവസാനിപ്പിച്ചതുമായ ശുശ്രൂഷയിൽ നിന്ന് ആരംഭിക്കാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയതെന്താ എനിക്ക് ചെയ്യാനുള്ളത്? ഞാൻ പറഞ്ഞു, ഫാദർ ഗോഡ്, ഹിയർ ഐ ആം. യെസ്, ഐ ഡോണ്ട് വിഷ് ടു ഡു എനിത്തിങ് മോർ ദാൻ ദാറ്റ്. അതിലുപരിയായി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം എനിക്ക് ജീവൻ തിരിച്ചു തന്നു. ഞാൻ തിരികെ വന്നു. What is happening with me on earth in the meantime? ഭൂമിയിൽ ഈ സമയത്ത് എനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത്, ഡോക്ടേഴ്സിന് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ ബ്ലഡിൽ പ്ലേറ്റ്ലേറ്റ്സ് ഇല്ല, ഒരു പ്ലേറ്റ്ലേറ്റ്സും ഇല്ല. പിന്നെ ട്രീറ്റ് ചെയ്യാൻ കഴിയത്തില്ല.
6 ദിവസം അവരൊന്നും ചെയ്യുന്നില്ല. 7ാമത്തെ ദിവസം അവർ പറഞ്ഞു, "Now let us start all treatments immediately." ചോദിച്ചും പറഞ്ഞു, അവൻ്റെ ബ്ലഡിലെ മുഴുവൻ പ്ലേറ്റ്ലേറ്റ്സും തിരികെ വന്നിരിക്കുന്നത് പറഞ്ഞു. മുഴുവൻ പ്ലേറ്റ്ലേറ്റ്സും തിരികെ വന്നിരിക്കുന്നു. റിട്ടേൺ റിപ്പോർട്ട് എൻ്റെ കയ്യിലുള്ളതായി ഞാനീ പറയുന്നത്. അതുമുതൽ ഞാൻ സുവിശേഷ വേല ആരംഭിച്ച മുതൽ പ്രസംഗിച്ച പ്രസംഗങ്ങൾ മുഴുവനും എൻ്റെ ജീവിതത്തിലൂടെ തിരിച്ചു വരാൻ തുടങ്ങി. ഞാൻ സ്ഥിരമായിട്ട് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമായ യെശയ്യാപ്രവചനം 10-ാം അധ്യായത്തിൽ നിന്ന്, ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയായും അവൻ്റെ പരിശുദ്ധനായ യഹോവ ഒരു ജ്വാലയായിരിക്കും, അത് കത്തും, ഒറ്റ ദിവസം കൊണ്ട് നിൻ്റെ മുള്ളും പിറക്കാരെയും ദഹിപ്പിച്ച് കളയുമെന്ന്. ഒറ്റ ദിവസം കൊണ്ട് നിൻ്റെ മുള്ളും പിറക്കാരെയും ദഹിപ്പിച്ച് കളയും. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരു ദിവസം മതി, ഒരു മൊമെൻ്റ് മതി. എൻ്റെ പ്രസംഗമാണ്. ഒരുപാട് സ്റ്റേജിൽ ഞാൻ പ്രസംഗിച്ച പ്രസംഗമാണ്. എൻ്റെ ജീവിതത്തിലെ പ്രസംഗം തിരികെ വന്നു. ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ പ്ലേറ്റ്ലേറ്റ്സും ബ്ലഡിൽ തിരികെ വന്നു. ഒരു ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ഞാനൊരസ്ഥി, ഉണങ്ങിയ അസ്ഥിയായിട്ട് ഹില്ലിംഗൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എൻ്റെ സ്നേഹിതരായ 100 കണക്കിന് ആൾക്കാർ ലണ്ടനിൽ വന്ന് കണ്ടതാണ്. അനേകായിരം ആളുകൾ ലോകം മുഴുവൻ ഈ കാര്യം അറിഞ്ഞു. ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദീർഘമായി എനിക്ക് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച സഭകളും കൂടിവരവുകളുമുണ്ട്. ഞാൻ പ്രസംഗിച്ച് നടക്കുന്ന കാലത്ത് പ്രസംഗിക്കുമായിരുന്നു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് പ്രസംഗത്തിൽ. അസ്ഥികൾ ജീവിക്കും. ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കും. ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമെന്ന് എന്താ ഉറപ്പ്? ഉറപ്പുണ്ട്. ജീവിപ്പിക്കുന്ന കാറ്റ്, ആത്മാവ് അപ്പുറത്തുണ്ട്. പ്രവാചകനോട് ദൈവം പറഞ്ഞു, ഈ കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു, വന്നീ നിഹതന്മാരുടെ ഊതാൻ, എന്താ, ജീവനായിട്ട് മാറാൻ. ആത്മാവ് ഇന്നും ഉണങ്ങിയ അസ്ഥികളുടെ മേൽ ഊതിയാൽ ഉണങ്ങിയ അസ്ഥികൾ ജീവനോട് എഴുന്നേറ്റ് നിൽക്കും. അതിൻ്റെ എവിഡൻസാണ്, അതിൻ്റെ തെളിവായിരിക്കുന്ന ഞാൻ. ഇങ്ങനെ ഞാൻ പ്രസംഗിച്ച പ്രസംഗങ്ങളെല്ലാം തിരികെ വരാൻ തുടങ്ങി. അവർ ട്രീറ്റ്മെൻറ്റ്സ് ആരംഭിച്ചു. കുറേ കൂടെ നല്ല ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഹാമർസ്മിത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഏകദേശം അവിടെ 4.5 മാസം വീണ്ടും കിടന്നു, ഒറ്റ ബെഡിൽ 4.5 മാസം. HLSൻ്റെ ട്രീറ്റ്മെൻ്റ് ഇല്ല, അതിന് മെഡിക്കേഷൻ ഇല്ല, കീമോതെറാപ്പിയാണ്. ഇപ്പം കീമോതെറാപ്പി തുടങ്ങി. ഞാൻ മെലിഞ്ഞ്, ഇനി മെലിയാനില്ല, എൻ്റെ മുടി മുഴുവൻ പോയി, നല്ല കഷണ്ടിയായി അങ്ങനെ കിടക്കുക. ഒരു ദിവസം എൻ്റെ ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടേഴ്സ് വന്ന് സ്റ്റാഫിനോട് പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് നിർത്തിയേക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞത്, ഇവൻ്റെ ബ്ലഡിൽ നിന്ന് HLHൻ്റെ ജേംസ് കംപ്ലീറ്റ് മാറി, അണുക്കൾ മുഴുവൻ മാറി, ഒന്നുമില്ല, ഇനി ഇവന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. ഫയലിൽ വെക്കാൻ എൻ്റെ കയ്യിൽ റെക്കോർഡ് എഴുതി തന്നു, കീപ്പ് ചെയ്തോളാൻ പറഞ്ഞു. ഇനി HLH രോഗം നിൻ്റെ ശരീരത്തിലില്ല, HLH മാറി. എ ഫ്യൂ ഡേയ്സ് കഴിഞ്ഞപ്പം അതിനേക്കാൾ വലിയൊരു മിറക്കിളുണ്ടായി. 3 നേരം ഇൻസുലിൻ നടന്നുകൊണ്ടിരിക്കുമ്പം ഞാൻ ഷുഗർ ഡൗണായി, വിറച്ചു. ഇൻസുലിൻ നിർത്താൻ ഡയബറ്റിക് ടീം വന്നിട്ട് പറഞ്ഞു, ഒരാളല്ല, ടീം വന്നിട്ട് പറഞ്ഞു ഇൻസുലിൻ നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ഇഷ്ടംപോലെ ഷുഗർ കണ്ടൻ്റായ ഫുഡ് തന്നു, ഇഷ്ടംപോലെ ഷുഗർ കണ്ടൻ്റായ ഫുഡ് തന്നു. ബ്ലഡ് എടുത്തുകൊണ്ടിരുന്നു. എത്ര ഷുഗർ കണ്ടൻറ്റ് ഫുഡ് കഴിച്ചാലും ബ്ലഡിൽ ഷുഗർ കൂടത്തില്ല. അവസാനം അവരെഴുതി, ഇവൻ ഡയബറ്റിക് അല്ല. വൈദ്യശാസ്ത്രത്തിന് അറിയാവുന്നൊരു കാര്യമുണ്ട്,
വൺസ് ഡയബറ്റിക് ഓൾവേസ് ഡയബറ്റിക്. ഒരിക്കൽ ഡയബറ്റിക് പിടിച്ചാൽ ഡയബറ്റിക് കൊണ്ട് നീ ചാകത്തുള്ളൂ. എൻ്റെ കാര്യത്തിൽ ഞാൻ ഡയബറ്റിക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുമ്പം ഓരോ പ്രാവശ്യവും ഗുളിക എടുത്ത് കൈവെക്കുമ്പം പ്രാർത്ഥിക്കും, കർത്താവേ ഈ ഗുളിക കഴിക്കേണ്ടാത്തൊരവസ്ഥ എനിക്കുണ്ടാകണമെന്ന്. അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എനിക്ക് അത്രയും വലിയ വിശ്വാസവീരമൊന്നുമുള്ള ഒരാളല്ല ഞാൻ. പക്ഷെ പ്രാർത്ഥിക്കുമായിരുന്നു, ഈ ഗുളിക കഴിക്കാതെ ഇത് മാറാനുള്ളൊരവസ്ഥ എനിക്ക് തരണമെന്ന്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുമ്പോൾ 10 മാസമായി. ഈ കഴിഞ്ഞ 10 മാസമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റും ഉണ്ടായിട്ടില്ല. ബ്ലഡ് ചെക്ക് ചെയ്യുന്നുണ്ട്, ഡയബറ്റീസ് ഇല്ല, നോർമലാണ്. ഇപ്പോഴും മധുരം ധാരാളം കഴിക്കുന്നുണ്ട്. ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത്, നിൻ്റെ ഒരു ഹോർമോണിനൊരു വ്യത്യാസം ഉണ്ടായി, ഏതോ ഒരു ഹോർമോണിന് എന്തോ ഒരു വ്യത്യാസം ഉണ്ടായി. സം ഹോർമോൺ അണ്ടർവെന്റ് സം ചേഞ്ച്. വിച്ച് ഹോർമോൺ ആൻഡ് വാട്ട് ചേഞ്ച് വി ഡോണ്ട് നോ. ഏത് ഹോർമോണാണ്, എന്താ ചേഞ്ചാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അവർക്കറിയത്തില്ല. അവരെഴുതി തന്നിരിക്കുക. എനിക്കൊരു കാര്യം അറിയത്തുള്ളൂ, ഭയങ്കരവും അതിശയകരമായി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടഞ്ഞ എൻ്റെ കർത്താവിന്, എൻ്റെ ഗ്രാൻഡ് വീവർക്കറിയാം ഏത് ഹോർമോണെ തൊട്ടാൽ എൻ്റെ ഡയബറ്റിക് മാറുമെന്ന്. സൃഷ്ടാവിനറിയാം എവിടെ തൊട്ടാൽ ഡയബറ്റിക്സ് മാറുമെന്ന്. ഡയബറ്റീസ് സൗഖ്യമായി. ഞാനിപ്പോൾ ഡയബറ്റിക് അല്ല. ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞ കണ്ണിൻ്റെ കാഴ്ച കംപ്ലീറ്റ് ഹീൽഡായിട്ടില്ല. ഇപ്പോഴും ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ ചത്ത കണ്ണ് എനിക്ക് ഓർമ്മയുണ്ട്. കണ്ണ് മുഴുവൻ മഞ്ഞയാണ്, കട്ട മഞ്ഞയാണ്. അത് ചത്ത കണ്ണ്, അതെനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വിരൽ മുഴുവൻ, നഖം മുഴുവൻ ചത്ത് കറുത്തതാണ്. ഈ നഖം ഇരിക്കുന്നുണ്ടോ, ഇങ്ങനെയായിരുന്നു എല്ലാ നഖവും. ഇവിടെ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇത് കണ്ടിക്കാൻ ഡോക്ടറേഴ്സ് ഒരു ദിവസം വന്നതാണ്. ഞാൻ പറഞ്ഞു, വേണ്ട, ദൈവം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. നഖം മുഴുവൻ തിരികെ വന്നു, ജീവനുള്ള നഖം തിരികെ വന്നു. പൊഴിഞ്ഞു പോയ മുടിയെല്ലാം കിളിച്ച് വന്നു. അതിനു മുമ്പ് നരച്ചതായിരുന്നു. തിരിച്ചു വന്ന കറുത്ത മുടി. ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വെളുത്ത മുടി. അത് പൊഴിഞ്ഞു പോകാനിതാണ്. അതെന്താ മിറക്കിളാന്ന് എനിക്കറിയത്തില്ല. ഇനി ഒരിക്കൽ പോലും എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് ലോകം, വൈദ്യശാസ്ത്രം വിധി എഴുതിയ ഇടത്ത് ഇത്രയും രോഗം സൗഖ്യമാക്കി. 220 നിന്ന് BP താഴാത്തതുകൊണ്ട് രാത്രി മരിച്ചു പോകും എന്ന ചിന്തയിൽ ഹോൾ നൈറ്റ് ഡോക്ടേഴ്സ് എൻ്റെ റൂമിൽ ഇരുന്നിട്ടുണ്ട്. അവർ പറയും, ബാബു, നിന്നെ ഇങ്ങനെ ഇട്ടിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോയി ഉറങ്ങാനൊക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നിട്ടുള്ള സമയവും ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് BPക്ക് മരുന്നെടുക്കണ്ടെന്നാണ് ഇന്നലെ ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഇന്നലത്തെ അനുഭവമാണ്. ഇന്നലത്തെ ഡോക്ടർ പറഞ്ഞു, ഇനി BPക്ക് മരുന്നെടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല. ഇപ്പോഴും ഞാനൊരു ഡയാലിസിസ് പേഷ്യൻ്റാണ്. സിവിയറാണ് എൻ്റെ ഡയാലിസിസ്. നീഡിലിങ് ഡിഫിക്കൽട്ടാണ്. 8 നീഡിൽ വരെ ഒരു ദിവസം കയറ്റേണ്ടി വരും ചിലപ്പം. എൻ്റെ വേദന എനിക്ക് സഹിക്കാൻ കഴിയത്തില്ല. ഒരിക്കലും എന്നെ കാണാൻ വന്ന ഒരു സ്നേഹിതനോട് ഞാൻ പറഞ്ഞു, ഞാനോ മനുഷ്യനല്ല, ഒരു കൃമി അത്രയെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുണ്ടെന്ന്. പ്രതികരിക്കാൻ ശേഷിയില്ലാത്തൊരു ജീവിയാണ് കൃമി. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വേദന ഒരുപാട് കൂടി, എനിക്ക് സഹിക്കാൻ കഴിയത്തില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, അപ്പച്ചാ ഇതെന്തുവാ ഇങ്ങനെ? എനിക്കൊരു ദൈവശബ്ദമുണ്ട്, എന്നെ നിലനിർത്തുന്ന ദൈവശബ്ദമാണ്. ആ ദൈവശബ്ദം എന്നോട് പറഞ്ഞത്,
നിൻ്റെ നീഡിലിങ് ഡിഫിക്കൽട്ടായി, സഹിക്കാൻ വയ്യാത്ത വേദന ഈ വെള്ളിയാഴ്ച നിനക്ക് വന്നാൽ നാളെ നീ ശുശ്രൂഷയ്ക്ക് പോകുമോ എന്ന് ഒരുത്തൻ എന്നോട് ചോദിക്കുന്നു. ഞാൻ അവനോട് എന്തോ മറുപടി പറയേണ്ടത്? ഈ ബാബുവിന് മറ്റാർക്കും ഇല്ലാത്ത വേദന കൊടുത്താൽ അവൻ അതും ചുമന്നുകൊണ്ട് ശുശ്രൂഷയ്ക്ക് പോകുമോ? അതോ ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് വീട്ടിൽ കിടക്കത്തേ ഉള്ളൂ എന്ന് ചോദിക്കുന്നതിനോട് ഞാൻ എന്തോ മറുപടി പറയേണ്ടത്? ഞാൻ പറഞ്ഞു, അവനോട് പോസിറ്റീവായ മറുപടിയാണ് പറയേണ്ടത്. യെസ്. അപ്പോൾ സാത്താൻ അറിയേണ്ടത് എന്തുവാ? എൻ്റെ വേദന കൂടിയാൽ ഞാൻ ശുശ്രൂഷ നിർത്തുമോ എന്നാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഗ്രാൻഡ് ഫാദർ എഴുതി, കഷ്ടങ്ങളേറുമ്പോൾ ആശ്വാസമേറുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കഷ്ടങ്ങളേറുമ്പോൾ ആശ്വാസമേറുന്ന ക്രിസ്ത്യ ജീവിതം. ജീവിതത്തിൽ കഷ്ടതയേറുന്നത് കൊണ്ട് ശുശ്രൂഷ കുറയുകയല്ല, വേദന കൂടിയുകൊണ്ട് ശുശ്രൂഷ നിൽക്കുകയല്ല. വേദന എത്ര കൂടിയാലും ശുശ്രൂഷ കൂടും, വേദന എത്ര ഉയർന്നാലും ശുശ്രൂഷ ഉയരും. ആ കിടക്കെ കിടന്ന് പ്രാർത്ഥിച്ച് ഞാൻ കർത്താവിനോട് പറഞ്ഞു, അവനോട് പറഞ്ഞേര്, വേദന എത്ര വേണം കൂട്ടിക്കോ, അപ്പച്ചൻ എനിക്ക് കൃപ തന്നാൽ മതി, വേദന കുറയ്ക്കണ്ട, കൃപ തന്നാൽ മതി എന്ന് പറഞ്ഞു. ആ ദൈവകൃപ ഇന്നും വ്യാപരിക്കുന്നതുകൊണ്ട് തീർന്നു പോയെന്നും മരിച്ചു പോയെന്നും ഇനി ഒരിക്കലും എഴുന്നേൽക്കത്തില്ലെന്നും സംസാരിക്കത്തില്ലെന്നും ഈ കണ്ണുകൊണ്ട് ഇനി കാണത്തില്ലെന്നും ഈ കൈകൊണ്ട് ഇനി ഒരു ആർട്ടിക്കിൾ എഴുതത്തില്ലെന്നും ഇനി ഒന്നും ചെയ്യത്തില്ലെന്നും തീർന്നു പോയെന്നും ലോകം പറഞ്ഞിടത്ത വീഴുന്നതിന് മുമ്പുള്ള എൻ്റെ പ്രസംഗം നടക്കത്തില്ലെന്ന് ലോകം നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നടത്തിത്തരണമെന്ന് നിനക്ക് എന്നോട് പറയാമോ? അതെൻ്റെ ജീവിതത്തിൽ ഇന്നും നിൽക്കുന്ന ചോദ്യമാണ്. നടക്കത്തില്ലെന്ന് വൈദ്യശാസ്ത്രവും ലോകവും എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയും എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുക. ഐ എം പെയിൻ, ഹോൾ ലൈഫ് ഈസ് പെയിൻ. എൻ്റെ ജീവിതം മുഴുവൻ, ശരീരം മുഴുവൻ വേദനയാണ്. വേദനയില്ലാത്ത ഒരു ഒന്നുമില്ല എൻ്റെ ശരീരത്തിൽ. അതുപോലെ വേദന തിന്നാൻ ഞാൻ ഓരോ ദിവസം കഴിയുന്നത്. ഇന്നലെയും അങ്ങനായിരുന്നു, ഇന്നലത്തെ ഡയാലിസിസും അങ്ങനായിരുന്നു. അതിൻ്റെ മധ്യത്തിൽ ദൈവം എന്നെ നടത്തുക, അതാണ് എൻ്റെ അത്ഭുതകരമായ ജീവിത സാക്ഷ്യം. താങ്ക് യു സോ മച്ച് പാസ്റ്ററെ. വളരെ വലിയൊരു ദൈവം ചെയ്ത വലിയ പ്രവൃത്തികൾ കേൾക്കുവാൻ എന്നെയും ദൈവം സഹായിച്ചു. കൂടുതൽ കൂടുതൽ ശക്തിയോടെ ദൈവനാമത്തിൽ ഞങ്ങൾ ഓരോരുത്തർ നിൽക്കുവാനും പാസ്റ്ററിനെ ദൈവം അനുഗ്രഹിക്കുവാനും ഞങ്ങളും പ്രാർത്ഥിക്കുന്നതായിരിക്കും.